യമനികൾക്ക് മുന്നിൽ പരാജയപ്പെട്ടിരിക്കുന്ന ഇസ്രയേലിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ, അതായത് അയൺ ഡോം, ദാവൂദ് സ്ലിംഗ്, ആരോ 2, അതുപോലെ തന്നെ പാട്രിയറ്റ് സിസ്റ്റം, ഈ അമേരിക്കയുടെ പാട്രിയറ്റ് അടക്കമുള്ള മുഴുവൻ സംവിധാനങ്ങളും യമനിലെ ഹൂത്തികളുടെ മിസൈലുകൾക്ക് മുന്നിൽ പരാജയപ്പെട്ടു എന്ന് ലോകം ഇപ്പോൾ സമ്മതിക്കുന്നു. എല്ലാ ചാനലുകളും അന്താരാഷ്ട്ര മീഡിയകളെല്ലാം ഇത് റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു. ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അപമാനം നിറഞ്ഞ ഒരു സുപ്രഭാതത്തിലൂടെയാണ് അവർ കടന്നുപോയത് എന്ന് പറയേണ്ടി വരും. നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ലജ്ജാകരമായ, അല്ലെങ്കിൽ സ്വന്തം രാഷ്ട്രത്തെ സംരക്ഷിക്കാൻ ഒരു പ്രതിരോധ സംവിധാനത്തിനും സാധ്യമല്ല എന്ന് വിളിച്ചറിയിക്കുന്ന ഒരു ദിവസമായിരുന്നു ഇന്ന്. അതായത് 2000 കിലോമീറ്റർ ദൂരെയാണ് ഈ യമൻ ഇസ്രയേൽ നിലനിൽക്കുന്നത്. എന്നാൽ 2000 കിലോമീറ്റർ സഞ്ചരിച്ചുകൊണ്ട് ടെൽ അവീവിന്റെ പ്രധാനപ്പെട്ട, അതായത് ഇസ്രയേലിന്റെ ഇൻഫ്രാസ്ട്രക്ചർ തന്നെ അടിച്ചു തകർത്തു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിജയമായി യമനികൾക്ക് അല്ലെങ്കിൽ ഇറാന് അവകാശപ്പെടാൻ പറ്റിയത് തന്നെയാണ്. യമനിന്റെ സൻഐയിൽ നിന്നും കുതിക്കുന്നു 2040 കിലോമീറ്റർ ആണ് ഈ മിസൈൽ സഞ്ചരിച്ചിരിക്കുന്നത്. എന്നാൽ ഇത് സഞ്ചരിക്കാൻ ആകെ എടുത്ത സമയം 11 മിനിറ്റ് മാത്രം. അഥവാ ഒരു സെക്കൻഡിൽ 3 കിലോമീറ്റർ എങ്കിലും ഈ മിസൈൽ സഞ്ചരിച്ചിട്ടുണ്ട്. അതായത് 9 മാക്ക് സ്പീഡ്, ശബ്ദവേഗതയുടെ 9 ഇരട്ടി സ്പീഡിലാണ് ഈ മിസൈൽ സഞ്ചരിച്ചത്. എന്നാൽ നെതന്യാഹുവിന്റെ അയൺ ഡോം സിസ്റ്റങ്ങളിൽ നിന്ന് ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടി 20 മിസൈലുകൾ ഉപയോഗിക്കേണ്ടി വന്നു. പക്ഷേ 20 മിസൈലുകളും പരാജയപ്പെടുന്നു. ഇതിനെ പ്രതിരോധിക്കാൻ, ഇതിനെ ഡിഫെൻഡ് ചെയ്യാൻ ഒരിക്കലും ഈ 20 മിസൈലുകൾക്ക് സാധിച്ചില്ല എന്നത് ദൗർഭാഗ്യകരം തന്നെയാണ്. ഇതൊരു വ്യക്തമായ സൂചന നൽകുന്നു, ഇസ്രായേലിന്റെ ഏത് പോയിന്റുകളെയും ആക്രമിക്കാൻ ഞങ്ങൾക്ക് സാധിക്കും, പ്രതിരോധ സംവിധാനങ്ങൾ നോക്കുകുത്തിയാകും എന്ന് തന്നെയാണ് ഇതിലൂടെ ഈ ഇറാന്റെ സപ്പോർട്ട് ചെയ്യുന്ന ഹൂത്തികൾ തെളിയിച്ചിരിക്കുന്നത്. ഇസ്രായേലിന്റെ ഏത് ഭാഗവും പ്രതിരോധമില്ലാതെ ആഞ്ഞടിക്കാൻ ഞങ്ങൾക്ക് കഴിയും എന്ന ഒരു സൂചനയാണ് ഇതിലൂടെ നൽകിയിരിക്കുന്നത്. ഇസ്രായേലിന്റെ റെയിൽവേ സ്റ്റേഷനിൽ ഈ മിസൈൽ ഹിറ്റ് ചെയ്യുമ്പോൾ അതിശക്തമായ സ്ഫോടനം ഉണ്ടായതിന്റെ വീഡിയോകൾ ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ ശക്തമായി പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കാണാൻ സാധിക്കും, ഒരു റെയിൽവേ സ്റ്റേഷനിലാണ് ഈ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. രാവിലെ 6:30 ഈ സംഭവം. ഈ സംഭവത്തിൽ ഇസ്രയേലിന്റെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് മിസൈൽ വരുന്ന സൂചന ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സൈറൺ മുഴങ്ങിയിട്ടുണ്ട്. ഈ സൈറൺ മുഴങ്ങിയ കാരണത്താൽ 2.5 മില്യണോളം ഇസ്രയേലിലെ ജനങ്ങൾ അവരുടെ അണ്ടർഗ്രൗണ്ടിലെ ഷെൽട്ടറുകളിൽ പ്രവേശിച്ചു എന്നതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. മാത്രമല്ല, ഈ ഷെൽട്ടറിൽ കടക്കാൻ വേണ്ടി തിക്കും തിരക്കും കൂട്ടി 9 ഇസ്രയേലികൾക്ക് പരിക്കേറ്റിരിക്കുകയാണ്. അപ്പോൾ അതിവ്യാപകമായി, അതായത് ഇസ്രയേലിന്റെ എല്ലാ ഭാഗത്തും ശക്തമായ സൈറണാണ് മുഴങ്ങിയിരിക്കുന്നത്. ഏതെങ്കിലും ഒരു പ്രദേശത്ത് മാത്രമല്ല. എന്ന് പറഞ്ഞാൽ ഇസ്രയേലിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ മിസൈലിനെ കണ്ടെത്തിയിട്ടുണ്ട്, പക്ഷേ പ്രതിരോധിക്കാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞാൽ ഇനി സാധിക്കുകയില്ല. ഈ മിസൈലിനെ പ്രതിരോധിക്കാൻ നിലവിലുള്ള ഒരു പ്രതിരോധ സംവിധാനത്തിനും സാധ്യമല്ല എന്നാണ് അർത്ഥം. മാത്രമല്ല, ഇതിലൂടെ വ്യക്തമായ മറ്റൊരു സൂചനയുണ്ട്, യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും ഈ മിസൈലിനെ തടുക്കാൻ കഴിയില്ല. കാരണം യുദ്ധവിമാനങ്ങളിൽ നിന്ന് ഈ മിസൈലുകളെ തകർക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മിസൈലുകൾക്കൊന്നും തന്നെ ഈ വേഗത ഇല്ല എന്നതുകൊണ്ട് തന്നെ, ഹൈപ്പർസോണിക് വേഗത ഇല്ല എന്നതുകൊണ്ട് തന്നെ അതിനെ പരാജയപ്പെടുത്താൻ കഴിയില്ല. അതായത് ഈ നിലവിലെ സാഹചര്യത്തിൽ യമനിലെ ഈ മിസൈലിനെ തകർക്കുക എന്നത് ഇസ്രയേലിന് സാധ്യമല്ലാത്തൊരു അധ്യായമാണ്, അടഞ്ഞ അധ്യായമാണ് എന്ന് തന്നെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു റെയിൽവേ സ്റ്റേഷനിലേക്ക് ആക്രമണം നടത്തുമ്പോൾ, അതായത് 2000 കിലോമീറ്റർ അകലെ നിന്ന് ഈ ആക്രമണം നടത്തുമ്പോൾ കൃത്യമായ ലക്ഷ്യത്തെ ആക്രമിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇത് യഥാർത്ഥത്തിൽ ഒരു വ്യക്തമായ സൂചനയാണ്, ഒരു വാണിംഗ് ആയി നമുക്ക് ഇതിനെ മനസ്സിലാക്കാൻ സാധിക്കും. അതായത് റെയിൽവേ സ്റ്റേഷനിൽ ഒരു പ്രത്യേകമായ ഏരിയ ആക്രമിക്കാൻ അവരുടെ ഈ മിസൈൽ ഉപയോഗിച്ച് അവർക്ക് സാധിച്ചുവെങ്കിൽ ഇസ്രയേലിന്റെ ആണവ റിയാക്ടർ അടക്കമുള്ള ഏത് പോയിന്റുകളെയും കൃത്യമായി ആക്രമിക്കാനും ഒരു ഇന്റർസെപ്റ്റർ സംവിധാനങ്ങൾക്കും തടയാൻ കഴിയാതെ കൃത്യമായി ആക്രമിക്കാൻ ഞങ്ങൾക്ക് കഴിയുമെന്ന വ്യക്തമായ ഒരു വാണിംഗും സൂചനയുമാണ് ഇതിലൂടെ ഹൂത്തികൾ നൽകിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇന്ന് ഇസ്രയേലിനെ അമ്പരപ്പിച്ച ഒരു ദിവസം തന്നെയാണ്. നമുക്ക് റോയിട്ടേഴ്സ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത് കാണാൻ സാധിക്കും. റോയിട്ടേഴ്സ് പറയുന്നു, ഹൂത്തി മിസൈൽ റീച്ച് സെൻട്രൽ ഇസ്രയേൽ ഫോർ ഫസ്റ്റ് ടൈം. ആദ്യമായാണ് ഇങ്ങനെ ഒരു മിസൈൽ ഇസ്രയേലിന്റെ വളരെ പ്രധാനപ്പെട്ട ടെൽ അവീവിൽ വന്ന് പതിക്കുന്നത് എന്നാണ് റോയിട്ടേഴ്സ് പറയുന്നത്. എന്നാൽ മാസങ്ങൾക്ക് മുമ്പാണ് ഈ യമനികളുടെ തന്നെ ഡ്രോൺ ഇസ്രായേലിന്റെ തലസ്ഥാന നഗരിയായ ടെൽ അവീവ് ആക്രമിച്ചിരുന്നു. അതിന് തിരിച്ചടിയായി ഇസ്രായേൽ ഹുദൈദയിൽ മിസൈൽ ആക്രമണം നടത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ ഹൂത്തികൾ പറയുന്നത്, ഞങ്ങളുടെ ഹുദൈദ വളരെ കൃത്യമായി ഇപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു, വേണമെങ്കിൽ സന്ദർശിക്കാം എന്നൊക്കെയുള്ള
വാർത്തയാണ് അവർ പുറത്തുവിട്ടിരിക്കുന്നത്. എന്നാൽ ഗസയിൽ ഈ ഒരു മിസൈൽ ആക്രമണം കൃത്യമായി ടെൽ-അവീവിൽ പതിച്ചതോടെ ഈ ഗസയുടെ ഉള്ളിലുള്ള ഗസയിൽ താമസിക്കുന്ന ആളുകൾക്കിടയിൽ വലിയ സന്തോഷം പടർത്തിയിട്ടുണ്ട്. കാരണം മാസങ്ങളോളമായി അതിക്രൂരമായി ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന ശത്രുവിനെ കീഴ്പ്പെടുത്താൻ, അല്ലെങ്കിൽ അവരെ ഒന്നുമല്ല എന്ന് വ്യക്തമായി അറിയിക്കുന്ന രൂപത്തിലുള്ള ആക്രമണം നടത്തിയ ഈ ഹൂത്തികളെ അവർ പ്രശംസിക്കുന്ന വീഡിയോകളും മറ്റുമൊക്കെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്.